അപ്പോൾ വേറെ 82 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന വീട് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനായിട്ട് റെഡി ക്യാഷ് ഇല്ല, നിങ്ങൾക്ക് ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന സുന്ദര ഭവനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലോണിനുള്ള എന്ത് ഹെൽപ്പ് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീട് നമുക്ക് വരുന്നത് ട്രിവാൻഡ്രത്ത് കൊല്ലംകോണം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ പേട് നമുക്കൊരു 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ കാണുന്ന കൊല്ലംകോണത്തുള്ള ഈ ഒരു സുന്ദര ഭവനത്തിലെത്താൻ പറ്റും. അപ്പോൾ ഈ വീട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേറ്റാണ് വരുന്നത്. നിങ്ങൾക്കപ്പം റെഡി ക്യാഷ് അല്ല ലോണാണ് നോക്കുന്നതെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീട് ഇരിക്കുന്നത് 4,500 സെൻറ്റിൽ 2,200 സ്ക്വയർ ഫീറ്റിലാണ് ഇരിക്കുന്നത്. 5 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന വീടിന് നമുക്ക് 2 ബെഡ്റൂം ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അകത്തോട്ട് വരുമ്പോൾ നമ്മൾ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഇട്ടിട്ടുള്ളത്. പിന്നെ കൂടാതെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് കൂടെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 കാറ് വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ആക്സസ് നമുക്കിവിടെ ഉണ്ട്. ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനും കിണറും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു സൈഡിലാണ് കിണർ കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ കിണർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റൗട്ട് നോക്കാം. 8x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ മെയിൻ എൻട്രൻസ് ഡോറ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വരുന്ന ഡിസൈന്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡോറ് വരുന്നത്. അപ്പം ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ലിവിങ് ഏരിയ വളരെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 16x14 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ തറയിലിട്ടുന്ന ടൈല് ഈ ഒരു പാറ്റേണാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ TV യൂണിറ്റ് വരുന്നത്. ജിപ്സം ബോർഡും മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു TV വരെ വയ്ക്കാനുള്ള സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ മുകളിൽ നമുക്കിവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ 16x14 ഡയമെൻഷനിലുള്ളതാണ്. നമുക്ക് കയറി വരുന്ന എൻട്രൻസ് ഡോർ ഇവിടെയാണ് വരുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ ഇവിടെ ലിവിങ് ഏരിയ, നമുക്കിവിടെ സോഫയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു L ഷേപ്പ് സോഫയൊക്കെ ഇടാൻ വേണ്ടി തന്നെ ഉള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ലിവിങ് ഏരിയ അപ്പം ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 12x10 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇവിടെയും സീലിംഗ് വർക്ക് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു ഷെൽഫ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഒന്നി ഡെക്കോർ ഐറ്റം വയ്ക്കാം, ബുക്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ടൈപ്പ് ഒരു ഡെക്കോർ സംഭവം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ഈ മുകളിലോട്ട് പോകുന്ന സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. 12x10 ഡയമെൻഷനുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. കബോർഡ്സ് എല്ലാം തന്നെ ഈ ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്കിവിടെ ഒരു സിങ്ക്, വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെയാണ് വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ ഒരു സിങ്ക് ആ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തായിട്ടാണ് നമുക്കൊരു നനകല്ല് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസും ബാഗിൽ വരുന്നുണ്ട്. പിന്നെ മുകളിലൊന്നും നമുക്ക് നനയത്തില്ല കണ്ടോ, ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് കവേർഡാണ്. പിന്നെ ഇവിടെ എല്ലാം ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ള് സേഫാണ് അകത്ത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം. അപ്പം ഒരു ബെഡ്റൂം നമുക്ക് കയറി വരുന്നത് ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് 2 ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് ചെറിയൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബോർഡ് വർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. കൂടാതെ ഇവിടെ ഒരു വലിയൊരു മിററും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം.
PVC ഡോർ തന്നെയാണ് ഇവിടെ ബാത്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഗ്രിപ്പിംഗ് ടൈപ്പ് ടെയിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വാഷിംഗ് യൂണിറ്റിൻ്റെ ഈ സൈഡിലാണ്. അപ്പോൾ ഇതും 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് ഇതാണ് ഇവിടെ സെയിം അപ്പുറത്ത് കണ്ടാതെ ഒരു രീതിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഇതാണ് വരുന്നത്. 2 ഡോർ വരുന്നത്. പിന്നെ നടുക്കായിട്ട് ഒരു വലിയൊരു മിററും കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ ഷവർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിററും ബാക്കി എല്ലാ സംഭവവും കോമൺ ആയിട്ട് കാണുന്ന എല്ലാ സംഭവവും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് കയറി പോകുന്ന സൈഡിലായിട്ട് ഹാൻഡിൽസ് ഫുള്ള് സ്റ്റീലിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മുകളിൽ ഫുള്ളും തന്നെ സ്റ്റീലിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫാൻസി ലൈറ്റ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു വിൻഡോ നമുക്ക് വരുന്നുണ്ട്. ഇനി സൈഡിലൊക്കെ ഡെക്കോർ ഐറ്റം വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു TV യൂണിറ്റ് കൊടുത്തിട്ട് അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് നമുക്ക് ആ ഭാഗത്ത് കാണും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബുക്സോ അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റമൊക്കെ ഇവിടെയും കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കയറിയിട്ടാണ് മുകളിൽ വന്നത്. ഫുള്ള് സ്റ്റീലിലാണ് ഹാൻഡിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ 24x12 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നടുക്കായിട്ടായാലും നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിലൊരു TV യൂണിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് തന്നെ ബോർഡ് വർക്കിൽ തന്നെയാണ് ഈ TV യൂണിറ്റും വരുന്നത്. ഇനി നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തും ബാക്കി 2 ബെഡ്റൂം നമുക്ക് ആ 2 ഭാഗത്തുമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. 2 വിൻഡോ നമുക്ക് 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ കണ്ട അതേ ഒരു ഡിസൈനിലുള്ള വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഡോറും പിന്നെ നമുക്കിവിടെ ഒരു മിററും വരുന്ന ഒരു ടൈപ്പാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ബാത്റൂം തന്നെയാണ്. ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് വരുന്നത്. ടൈലൊക്കെ നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗത്താണ് നമുക്ക് 2 ബെഡ്റൂം അഡീഷണൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ച കൂടെ കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു സ്പേസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് വർക്ക് സ്പേസ് ആയിട്ടോ ബാക്ക് സൈഡ് ബാൽക്കണി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കണ്ടോ. ഇവിടെ നമുക്ക് ടെറസിൻ്റെ മണ്ടയിലോട്ട് പോകാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് വഴി നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കാനൊക്കെയുള്ള സ്പേസ് നമുക്ക് ഇൻ ഔട്ട് കണക്ഷനൊക്കെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിനും മുകളിലായിട്ട് നമുക്കൊരു മിററൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൾട്ടി പർപ്പസിങ് യൂസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു യൂസ് ചെയ്യാം. മുകളിൽ ഇവിടെ ഷെൽഫ് കണ്ടു. അപ്പോൾ കബോർഡ്സ് വെച്ചിട്ട് മുകളിൽ ഷെൽഫ് ഫുള്ള് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പേസ് വരുന്നത്. ഇനി ഇവിടെ നമുക്കൊരു അപ്പോൾ ഇനി ഇവിടെ ആയിട്ടൊരു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. PVC ഡോറൊക്കെ കൊടുത്ത് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂം 14x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ കാണാം. നമുക്ക് ഈ എല്ലാ ബാത്റൂമും ഈ ഒരു ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിന് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഒരു TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. 12x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റിംഗ് ഒക്കെ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഹാൻഡിൽസ് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു 5 ബെഡ്റൂം വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 82 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീടിന് നമുക്ക് ലോണും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ വീട് വന്ന് കാണുവാനും ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പം കുറച്ചും കൂടെ ലോ ആണ്. നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷത്തിന് താഴോട്ടുള്ള വീടും അതിന് മുകളിലോട്ടുള്ളതും അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ളതായാലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾ തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ലോണിനാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.